നമസ്കാരം. കോൺഗ്രസിൽ നിന്നും കിട്ടാവുന്നിടത്തോളം പദവികളെല്ലാം കിട്ടി. എന്നിട്ടും പരാതിയും പരിഭവവും തീരാത്ത ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കും എന്നതുപോലെ എത്ര വട്ടം അധികാരം കിട്ടിയാലും പോരട്ടെ പോരട്ടെ എന്ന നിലപാടാണ്. കരഞ്ഞ് കാലു പിടിച്ചാലും അധികാരം കിട്ടണം. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല സംഘടിപ്പിച്ച അഖിലേന്ത്യാ ദളിത് കോൺക്ലേവിൽ താനൊരു ദളിത് വിഭാഗക്കാരനായതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞ് വികാരാതീതനായി കരഞ്ഞ് കണ്ണീരൊടുപ്പിച്ച് ആകെ ചളംകുളമായി. അപ്പോഴും കൊടിക്കുന്നിൽ സ്വീകരിച്ചത് തലമറന്ന് എണ്ണ തേക്കുന്ന നിലപാടാണ്. ദളിതനായതുകൊണ്ട് മാത്രമാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ആവുകയും രാഷ്ട്രീയത്തിൽ പടർന്ന് പന്തലിക്കുകയും ചെയ്തത്. എന്നാൽ അതെല്ലാം ആശാൻ സമയം പോലെ അങ്ങ് മറന്നു. 1987 KSUവിന് ഗ്രൂപ്പ് വീതം വെക്കലിന്റെ ഭാഗമായി ജംബോ കമ്മിറ്റി ഉണ്ടായി. അന്ന് കോൺഗ്രസിലെ A ഗ്രൂപ്പിന് ദളിത് വിഭാഗത്തിൽ നിന്നും ഒരു പ്രമുഖ നേതാവിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കാനാവില്ല. ആ സാഹചര്യത്തിൽ തിരുവനന്തപുരം സിറ്റി യൂണിയന്റെ പ്രസിഡന്റായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിനെ A ഗ്രൂപ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കി മാറ്റിയത്. അത് സത്യത്തിൽ ഒരു ചെറിയ ലോട്ടറി തന്നെയായിരുന്നു. സിറ്റി യൂണിറ്റ് ഭാരവാഹി സംസ്ഥാന ഭാരവാഹിയാകുന്നത് ഇന്ന് പോലും KSUവിൽ നടക്കില്ല. എന്നാൽ അന്ന് അത് നടന്നു. അങ്ങനെ കൊടിക്കുന്നിൽ 25-ാം വയസ്സിൽ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. പിന്നീട് 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചു. രാജീവ് ഗാന്ധിയാണ് അന്ന് കോൺഗ്രസിനെ നയിക്കുന്നതും. ആ സമയത്ത് ചെറിയാൻ ഫിലിപ്പ് എന്ന A ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവ് AK ആന്റണിയോട് കൊടിക്കുന്നിലിനു വേണ്ടി ശുപാർശ നടത്തുന്നു. അങ്ങനെ ആന്റണി അടൂരിലെ സംവരണ മണ്ഡലത്തിലേക്ക് കൊടിക്കുന്നിനെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നു. യുവാവായതിന്റെ ആനുകൂല്യത്തിൽ കൊടിക്കുന്നിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചു. 27 വയസ്സ് മുതൽ 3 തവണ ജയിച്ച് MP ആയി. 4-ാം തവണ പരാജയപ്പെട്ടു. എന്നാൽ 5-ാം തവണയും അവസരം കിട്ടിയതിൽ അതിൽ ജയിച്ചു കയറി. 2004 നടന്ന തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെട്ടു. അന്ന് UPA സർക്കാർ ഉണ്ടാക്കിയെങ്കിലും കേരളത്തിൽ വലിയ പരാജയമാണ് UDF നേരിട്ടത്. അങ്ങനെ ഒരു തരംഗത്തിൽ UDF പരാജയപ്പെട്ടെങ്കിലും 2009 പാർട്ടി വക ടിക്കറ്റ് വീണ്ടും കിട്ടി. ഇതു മുതൽ 4 തെരഞ്ഞെടുപ്പുകൾ പാർട്ടി ടിക്കറ്റ് സ്ഥിരമായി കിട്ടി. 2009 പാർലമെന്റ് മണ്ഡലം പുനർനിർണയിക്കപ്പെട്ടു. അങ്ങനെ അടൂർ മാറി മാവേലിക്കര എന്ന മണ്ഡലം രൂപീകൃതമായി. അതൊരു സംവരണ മണ്ഡലമായി തീർന്നു. 27 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 35 വർഷത്തിൽ 30 വർഷം അദ്ദേഹം MP ആയിരുന്നു. കൊടിക്കുന്നിൽ അത്ര ജനപ്രിയനായ MP ആയിരുന്നില്ല. മണ്ഡലത്തിനു വേണ്ടി അത്ര വികസന പദ്ധതിയൊന്നും നടപ്പിലാക്കിയിരുന്ന വ്യക്തിയുമായിരുന്നില്ല. 2019-ലും 2024-ലും കൊടിക്കുന്നിൽ വിജയിച്ചു കയറിയത് ശക്തമായ UDF തരംഗത്തിലാണ്. 10 വർഷം തുടർച്ചയായി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഒരാൾക്ക് അവസരം ലഭിച്ചത് ചരിത്രമാണ്. കൊടിക്കുന്നിൽ ഈ പരിപാടി വെച്ച് അവസാനിപ്പിക്കേണ്ട സമയമായി. അദ്ദേഹം നിർത്തിയില്ലെങ്കിൽ പാർട്ടി നിർത്തിക്കേണ്ട സമയമായി. മറ്റു പുതുമുഖങ്ങൾ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവസരങ്ങൾ കൊടുക്കേണ്ട സമയവുമായി. കൊടിക്കുന്നിൽ ഒഴുക്കുന്ന മുതലക്കണ്ണിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഇനിയും കോൺഗ്രസിനോട് വിലപേശി സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.